നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീവച്ച ശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ചെമ്പനരുവിലാണ് സംഭവം. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിർത്തി തർക്കം. വയോധികനെ ആക്രമിച്ച 4 അംഗ സംഘം. ഏരൂർ തുമ്പോട് സ്വദേശി പ്രഭാകരൻ പിള്ളയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 3 പേർ പിടിയിൽ, ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ചുവപ്പ് സേന പരേഡോടെ CPI ജില്ലാ സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. പൊതുസമ്മേളനം CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ ഉദ്ഘാടനം ചെയ്തു. രാജ്യമാകെ ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുകയും അതേസമയം അവർക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ട മുഖം തെളിഞ്ഞതായി D രാജ. റബ്ബർ ഷീറ്റ് മോഷണം. അഞ്ചൽ അഗസ്ത്യകോടാണ് സംഭവം. ഷീറ്റ് പുരയിൽ ഉണക്കാനിട്ടിരുന്ന 66 ഷീറ്റും കമ്പിയുമാണ് മോഷണം പോയത്. വിശദമായ വാർത്തകളിലേക്ക്. ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീവച്ച ശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെമ്പനരുവി ശ്രീതങ്കത്തിൽ 32 വയസ്സുള്ള ഷെഫീഖ്, 30 വയസ്സുള്ള ശ്രീതു എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ചെമ്പനരുവി ശ്രീതങ്കത്തിൽ ഷെഫീഖ്, ശ്രീതു എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷെഫീഖ് മദ്യപിച്ചെത്തി വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നതായാണ് പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് അച്ചൻകോവിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും പ്രശ്നം ഒത്തുതീർപ്പാക്കി വീട്ടിലേക്ക് വിടുകയുമായിരുന്നു. ഫാമിലി മാറ്റർ ഉണ്ട്, അത് തമ്മിലുള്ള ഫാമിലി വിഷയങ്ങളുണ്ട്. പരാതിയായിട്ട് ആ പെൺകുട്ടി സ്റ്റേഷനിൽ വന്ന് SI സാറ് രണ്ടുപേരും വിളിച്ച് സംസാരിച്ച് ഫാമിലി മാറ്ററിൽ സംസാരിച്ച് വിട്ടതാണ്. ഇന്ന് ഏകദേശം ഒരു 12 മണിയോട് സ്റ്റേഷനിൽ വന്നു. ഒരു 1 മണി 1:30 മണിയോടി തിരിച്ച് വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിയുമ്പോഴാണ് പോലീസ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇവൻ അവളുടെ ദേഹത്ത് കയറി വെച്ചിരുന്ന പെട്രോൾ എടുത്ത് ഒഴിച്ചു. അപ്പോൾ തന്നെ നമ്മളെ അറിയിച്ചു. നമ്മൾ പെട്ടെന്ന് വന്നു ഇയാളും പിന്നെ പെട്രോൾ കത്തിക്ക് വെക്കും. ഇവൻ എന്ത് നേരത്തും കൂടെ ഒഴിച്ചു. രണ്ടുപേരുടെ കുട്ടിയെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി ഒഴിച്ചെന്നാണ് പറയുന്നത്. ചെമ്പല്ലി. എന്നാൽ വീട്ടിലെത്തിയ ശേഷം ഷെഫീഖ് വീണ്ടും വഴക്കുണ്ടാക്കുകയും പ്രകോപിതനായി പെട്രോൾ ഭാര്യയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയും പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കുകയുമായിരുന്നു. 7 മാസം കൊണ്ട് ഒരു പിണങ്ങി നിൽക്കുമായിരുന്നു. ഇന്നലെ വീട്ടിൽ വന്നു നല്ല സ്നേഹത്തോടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തി. അങ്ങനെ പോലീസ് വന്നപ്പോൾ ഞാനും കാര്യം പറഞ്ഞു. ഞാനും കൂടെ കൊണ്ടുപോയി എൻ്റെ മോളെ കൊണ്ട് സ്റ്റേഷനിൽ പറഞ്ഞു. ഞങ്ങൾ മോളെ കൊണ്ട് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേനും അവിടെ വന്നു. അങ്ങനെ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കടകളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം, 3 കുഞ്ഞുങ്ങൾ കിടക്കയില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അതെല്ലാം കേട്ടുകൊണ്ട്. സംഭവം അറിഞ്ഞെത്തിയ അച്ചൻകോവിൽ പോലീസാണ് ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ ഇരുവരും ചികിത്സയിലാണ്. 6 വർഷമായി ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 3 കുട്ടികളുമുണ്ട്. സംഭവത്തിൽ അച്ചൻകോവിൽ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CCTV ക്യാമറയിൽ കുടുങ്ങി മോഷ്ടാവ്. ഓച്ചിറയിലാണ് സംഭവം. പ്രദേശത്ത് മോഷണം പതിവായതോടെ ഗ്രാമപഞ്ചായത്താണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. ഈ ക്യാമറയിലാണ് കള്ളൻ കുടുങ്ങിയത്. ഓച്ചിറയിൽ മോഷണം പതിവായതോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്.
ഈ ക്യാമറയിലാണ് ഒരു മോഷണം കയ്യോടെ പതിഞ്ഞത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങളടക്കം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തള്ളുവണ്ടിക്കാരനിൽ നിന്നും 2 ബാറ്ററിയാണ് മോഷ്ടാവ് മോഷ്ടിക്കുന്നത്. KL23 6932 എന്ന ആപ്പയിലെത്തിയാണ് മോഷണം നടത്തുന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. CCTV സ്ഥാപിച്ചതോടെ പ്രദേശത്ത് മോഷണങ്ങളുടെ എണ്ണം കുറഞ്ഞതായും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പൊട്ടിവീണ വൈദ്യുതി കേബിളിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികർക്ക് പരിക്ക്. ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റോഡിൽ മൈനാഗപ്പള്ളി പുത്തൻ ചന്തയിലായിരുന്നു അപകടം. തഴവ സ്വദേശികളായ സഹോദരങ്ങൾക്കാണ് പരിക്കേറ്റത്. പൊട്ടിവീണ വൈദ്യുത കേബിൾ കുരുങ്ങിയാണ് സ്കൂട്ടർ മറിഞ്ഞ് സഹോദരങ്ങൾക്ക് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5ഓടെ ശാസ്താംകോട്ട കരുനാഗപ്പള്ളി പാതയിൽ മൈനാഗപ്പള്ളി പുത്തൻചന്തയിലായിരുന്നു അപകടം. തഴവ സ്വദേശികളായ ആർച്ച, ഗൗതം എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതല്ല. ഓടിക്കൂടിയ വ്യാപാരികളും പ്രദേശവാസികളും ചേർന്ന് ഇവരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെത്തി തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാതയിലെ വൈദ്യുത തൂണിൽ നിന്ന് സമീപത്തെ കടയിലേക്ക് വലിച്ചിട്ടുള്ള കേബിൾ പൊട്ടിക്കിടക്കുകയായിരുന്നു. ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കേബിളിന്റെ അഗ്രം സ്കൂട്ടർ ഓടിച്ചിരുന്ന ആർച്ചയുടെ കഴുത്തിൽ കുരുങ്ങി. പെട്ടെന്ന് സ്കൂട്ടറിന്റെ നിയന്ത്രണം വിട്ട് ഇരുവരും വീഴുകയായിരുന്നു. വാഹനത്തിന് വേഗം കുറവായതിനാലാണ് ദുരന്തം ഒഴിവായത്. തിരക്കുള്ള പാതയിൽ കേബിൾ പൊട്ടിക്കിടന്നത് അറിയാതിരുന്നത് KSEBയുടെ വീഴ്ചയാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അതിർത്തി തർക്കത്തെ തുടർന്ന് വയോധികനെ തലയ്ക്കടിച്ചും കുത്തിയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെ ഏരൂർ പോലീസ് പിടികൂടി. ഏരൂർ തുമ്പോട് സ്വദേശി പ്രഭാകരൻ പിള്ളയെയാണ് 4 സംഘം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമിച്ചത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഏരൂർ തുമ്പോട് ചരുവിളപ്പുത്തൻ വീട്ടിൽ പ്രഭാകരൻ പിള്ളയെയാണ് 4 സംഘം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമിച്ചത്. തുമ്പോട് സ്വദേശികളായ സുനു, ബൈജു, മനോജ് എന്നിവരെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 4-മൻ ബിനു എന്നയാൾ ഓടി രക്ഷപ്പെട്ടു. തലയ്ക്കും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ പ്രഭാകരൻ പിള്ള തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രഭാകരൻ പിള്ളയും അയൽവാസിയായ സ്ത്രീയും തമ്മിൽ വസ്തുവിന്റെ വഴിയെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. നിരന്തരമായ പരാതിയെ തുടർന്ന് റീസർവേ നടത്തി പ്രശ്നപരിഹാരവും കണ്ടെത്തിയിരുന്നു. എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് മുൻ വൈരാഗ്യമുണ്ടായിരുന്ന പ്രതികൾ രാത്രി 8ഓടെ പ്രഭാകരൻ പിള്ളയുമായി തർക്കത്തിലേർപ്പെടുകയും സോഡാ കുപ്പി ഉപയോഗിച്ച് തലക്കടിക്കുകയുമായിരുന്നു. പിന്നീട് പൊട്ടിയ സോഡാ കുപ്പി ഉപയോഗിച്ച് പ്രഭാകരൻ പിള്ളയെ കഴുത്തിൽ കുത്തുകയും ചെയ്തു. ആഴത്തിൽ മുറിവേറ്റ പ്രഭാകരൻ പിള്ളയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസ് 3 പേരെ പിടികൂടി. രക്ഷപ്പെട്ട ബിനു എന്നയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി ഏരൂർ പോലീസ് പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ സുനു, ബൈജു, മനോജ് എന്നിവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അപകടത്തിൽപ്പെട്ടു. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്നാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. 12 മത്സ്യത്തൊഴിലാളികൾ ബോട്ടിലുണ്ടായിരുന്നു. ആളപായമില്ല. പുലർച്ചെ 12 മണിയോടെ നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഹല്ലേലൂയ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. പൊഴിമുഖത്തിനടുത്തെത്തിയപ്പോൾ എഞ്ചിൻ തകരാറിലാവുകയായിരുന്നു. തുടർന്ന് ബോട്ട് അപകടത്തിൽപ്പെട്ടു. 12 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. അപകടത്തിൽ ബോട്ട് പൂർണ്ണമായും തകർന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടത്. ആർക്കും ആളപായമില്ല. നീന്തി തീരത്തെത്തിയ മത്സ്യത്തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. കായംകുളത്ത് KSRTC ബസ് എറിഞ്ഞു തകർത്ത 2 പേർ പിടിയിൽ. മുതുകുളം സ്വദേശികളായ ആന ശരത് എന്ന ശരത്, ഷാനു എന്ന് വിളിക്കുന്ന ഷാജഹാൻ എന്നിവരെയാണ് കായംകുളം പോലീസ് പിടികൂടിയത്. കായംകുളത്ത് KSRTC ബസ് എറിഞ്ഞു തകർത്ത 2 പേരാണ് പിടിയിലായത്. മുതുകുളം സ്വദേശികളായ ആന ശരത് എന്ന ശരത്, ഷാനു എന്ന് വിളിക്കുന്ന ഷാജഹാൻ എന്നിവരെയാണ് കായംകുളം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ദേശീയപാതയിലായിരുന്നു സംഭവം. വണ്ടാനത്ത് നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് പോയ KSRTC ബസിന് നേരെയാണ് ഇവർ അക്രമം കാട്ടിയത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഇവർ ബസിന്റെ ഗ്ലാസിലേക്ക് ഹെൽമെറ്റ് വലിച്ചെറിയുകയായിരുന്നു. കായംകുളം ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. രോഹിണി ഉദ്ഘാടനം ചെയ്തു.
വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി രോഹിണി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ 2025-26 സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ 18 വാർഡുകളിലും 50 കുടുംബങ്ങൾക്ക് 5 കോഴിയെ വീതം, അതായത് 45 ദിവസം വളർച്ചയുള്ള കോഴികളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൊടുക്കുന്നത്. മുട്ട ഗ്രാമം പദ്ധതിയിലൂടെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. ഇത് വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. വേണുഗോപാൽ എസ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി, രാജീവ് കുമാർ, ഉഷ പുഷ്കരൻ, ത്രിദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. റബ്ബർ ഷീറ്റ് മോഷണം പോയതായി പരാതി. അഞ്ചൽ അഗസ്ത്യകോട് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് സമീപം രവീന്ദ്രൻ പിള്ളയുടെ വീട്ടിൽ നിന്നുമാണ് ഷീറ്റ് മോഷണം പോയത്. ഷീറ്റുപുരയിൽ ഉണക്കാനിട്ടിരുന്ന 66 ഷീറ്റും കമ്പിയുമാണ് മോഷണം പോയത്. അഞ്ചൽ അഗസ്ത്യകോട് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് സമീപം രവീന്ദ്രൻ പിള്ളയുടെ വീട്ടിൽ നിന്നുമാണ് റബ്ബർ ഷീറ്റുകൾ മോഷണം പോയത്. വീടിനോട് ചേർന്നുള്ള ഷീറ്റുപുരയിൽ ഉണക്കാനിട്ടിരുന്ന 66 റബ്ബർ ഷീറ്റുകളും കമ്പിയുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. രാവിലെ 5 മണിയോടെയാണ് വീട്ടുകാർ മോഷണം നടന്ന വിവരം അറിയുന്നത്. ഇന്നലെ കൊണ്ടുവന്ന പച്ച ഷീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവിടെ കിടപ്പുണ്ട്. കമ്പി ഉൾപ്പെടെ ഇരുന്ന ഷീറ്റിന്റെ കമ്പി ഉൾപ്പെടെയാണ് മോഷ്ടാക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോയത്. എത്ര ഷീറ്റ് ഉണ്ടായിരുന്നു? 66 ഷീറ്റ് ഉണ്ടായിരുന്നു. 66 ഷീറ്റിന്റെ ഒരു കമ്പി താഴെ വീണ് കിടന്നു. അപ്പോൾ 66 ഷീറ്റും 65 കമ്പി ആണ് മോഷണം പോയിരിക്കുന്നത്. അഞ്ചൽ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഭരണിക്കാവിൽ ഗതാഗത പരിഷ്കാരം പ്രാബല്യത്തിൽ. ശാസ്താംകോട്ട പഞ്ചായത്ത്, പോലീസ്, ഗതാഗത വകുപ്പ് എന്നിവ സംയുക്തമായാണ് പരിഷ്കാരം നടപ്പാക്കുന്നത്. ഇനി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കൂടി കടന്നുപോകുന്ന സ്വകാര്യ വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും. ജംഗ്ഷനിൽ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ ശ്രമഫലമായി ഭരണിക്കാവ് ജംഗ്ഷനിലെ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുന്നത്. ജംഗ്ഷനിൽ കൂടി കടന്നുപോകുന്ന 4 റോഡിലെയും ബസ് സ്റ്റോപ്പുകൾ നിരോധിച്ചു. ചക്കുവള്ളി ഭാഗത്തു നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇനി മുതൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ പടിഞ്ഞാറ് വശത്തു കൂടി കയറി അതുവഴി തന്നെ തിരികെ പോകണം. കരുനാഗപ്പള്ളിയിൽ നിന്നും കടമ്പുഴ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ചക്കുവള്ളി റോഡ് ഗേറ്റ് വഴി സ്റ്റാൻഡിൽ പ്രവേശിച്ച് അടൂർ ഗേറ്റ് വഴി, അടൂർ കൊട്ടാരക്കര ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കിഴക്കേ ഗേറ്റ് വഴി പ്രവേശിച്ച് ചക്കുവള്ളി റോഡ് വഴി തിരിച്ചു പോരണം. ഭരണിക്കാവിൽ സർവീസ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾ ശാസ്താംകോട്ട റോഡരികിൽ പാർക്ക് ചെയ്യാനും ഇനി മുതൽ അനുവദിക്കില്ല. ശാസ്താംകോട്ട DYSP മുകേഷ് JB, SHO അനീസ്, കുന്നത്തൂർ ജോയിന്റ് RTO സുജീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗതാഗത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭരണിക്കാവിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളൊരു 3-4 ദിവസം കൊണ്ട് ഇത് പൂർണ്ണമായ രീതിയിൽ ആവും. അത് ഈ നാട്ടുകാർക്ക് എല്ലാം ഗുണകരമാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട കുന്നത്തൂർ MLA, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, പോലീസ്, മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ സഹകരിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുള്ളത്, സിഗ്നലിനകത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ ടൈമർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമർ പൂർണ്ണമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അവിടുത്തെ പൂർണ്ണമായി ഭരണിക്കാവ് ഒരു ഗതാഗത കുരുക്കിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകും. നമുക്ക് ഇതിനകത്ത് 4 റോഡുകളിലും സർവീസ് നടത്തുന്ന KSRTC സ്വകാര്യ ബസ്സുകൾ എന്നിവ പോലീസ്, പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വഴി തിരിച്ചുവിട്ടു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ കർശന നിയന്ത്രണത്തിലാകും തുടർന്നുള്ള ദിവസങ്ങളിലെയും സ്റ്റാൻഡിലെയും പ്രവർത്തനങ്ങൾ. സ്റ്റാൻഡ് വഴി യാതൊരു സ്വകാര്യ വാഹനങ്ങളും ഇനി കടത്തിവിടുകയില്ല. ഇതുവഴി കടന്നുപോകാനെത്തിയ സ്വകാര്യ വാഹനങ്ങൾക്ക് പോലീസ് അന്ത്യശാസനം നൽകി. അടുത്ത ദിവസം മുതൽ കർശന നടപടി സ്വീകരിച്ചു തുടങ്ങും. ഭരണിക്കാവിലുള്ള ട്രാഫിക് സിഗ്നൽ ശരിക്കും അത് അല്പം അശാസ്ത്രീയമായിട്ടാണ് അതിൻ്റെ നിർമ്മാണമെങ്കിലും നമുക്കിപ്പം നിലവിലതൊന്നും ചെയ്യാൻ കഴിയില്ല. വരുന്ന ഏതാനും നാളുകൾക്കകം അത് PWDയുമായും അതുപോലെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ടൊക്കെ ആലോചിച്ച് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ശ്രമം നടത്താം. അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഭരണിക്കാവിലെ ഗതാഗതക്കുരുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതേസമയം അപര്യാപ്തതയുടെ നടുവിലാണ് ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. 100 കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന സ്റ്റാൻഡിൽ ആളുകൾക്ക് വെയിലും മഴയും ഏൽക്കാതെ നിൽക്കാൻ ആകെ 10 പേർക്ക് പോലും നിൽക്കാനാകാത്ത ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് മാത്രമാണുള്ളത്. ഇതും ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. സ്റ്റാൻഡിന് ചുറ്റും വളർന്നു കിടക്കുന്ന കാടും വെള്ളക്കെട്ടും പഞ്ചായത്ത് സ്റ്റാൻഡിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. കൂടാതെ അടൂർ റോഡിലെ ചെങ്കുത്തായ കയറ്റം പ്രധാന റോഡിൽ കൂടി കടന്നുപോകുന്ന വാഹനങ്ങളുമായി അപകട ഭീഷണിയും ഉയർത്തുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു.
വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിലാണ് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കാണെങ്കിലും ഉണ്ടാകുന്നത് അവരുടെ ബ്രെയിനിൽ തലച്ചോറിൽ ഉണ്ടാകുന്ന ക്ഷതം കൊണ്ട് കൂടിയാണ്. കൊച്ചുനാൾ വീണതിനുണ്ടാകാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഉണ്ടാകാം. ബ്രെയിൻ, അതായത് തലച്ചോറിൽ ഉണ്ടാകുന്ന മെംബ്രെയിൻസ് ഒന്ന് ഒട്ടിയിരുന്നാൽ മതി ഒരു പ്രശ്നമുണ്ടാകാം, അതൊന്ന് വേർതിരിഞ്ഞിരുന്നാൽ മതി പ്രശ്നമുണ്ടാകാം. അങ്ങനെ ഫിസിക്കലി നമ്മൾക്ക് തലച്ചോറിലുണ്ടാകുന്ന ക്ഷതം ഒരു പരിധിവരെ ഇത്തരം അഭിപ്രായ ഭിന്നതകൾക്ക് ഇടം കൊടുക്കുന്നുള്ളത് എനിക്ക് സ്വന്തമായിട്ടൊരു കേസ് ഞാൻ അഭിഭാഷകയാണ് നടത്തിയപ്പോൾ മനസ്സിലായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ രാജേഷ് ഗുരുകുലം, അനിൽ തുമ്പോടൻ, ഉഷാകുമാരി, പ്രകാശിനി, അജിത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കാർട്ടൂണിസ്റ്റ് ശങ്കർ അനുസ്മരണം കായംകുളത്ത് നടത്തി. ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി എൻ ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടത്തി. കാർട്ടൂണിസ്റ്റ് ശങ്കർ അനുസ്മരണം കായംകുളം ലളിതകലാ അക്കാദമിയുടെ കാർട്ടൂൺ മ്യൂസിയത്തിൽ നടത്തി. ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി എൻ ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തനം പരസ്പരം സമ്മേളിക്കുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് കാർട്ടൂൺ. കാർട്ടൂണിൻ്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് സറ്റയറാണ്, ആക്ഷേപഹാസ്യം. പരിഹസിക്കുക എന്നത് അതിൻ്റെ ദൗത്യം. ആ പരിഹാസനാമത്തെ സമൂഹ നന്മയ്ക്ക് ഏൽപ്പിക്കുന്ന ഒരു പ്രഹരം. നിരന്തരമായ തരം പ്രഹരങ്ങൾ കൊണ്ട് സവിശേഷമായ ഒരു മാനം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, കാർട്ടൂണിസ്റ്റ് എന്ന സവിശേഷ പ്രതിഭയ്ക്ക് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു വിശേഷ ഗുണം അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അത് നിസ്വരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന രാഷ്ട്രീയവും താല്പര്യങ്ങളുടെ രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. മുതിർന്ന കാർട്ടൂണിസ്റ്റും കാർട്ടൂൺ അക്കാദമിയുടെ മുൻ ട്രഷററുമായ മോഹനചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല, വാർഡ് കൗൺസിലർ ബിനു അശോകൻ, കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി എ സതീഷ്, കാർട്ടൂൺ നിർവാഹക സമിതി അംഗം പി സുരേഷ്, കാർട്ടൂൺ എക്സിക്യൂട്ടീവ് അംഗം ഹരിദാസ്, കാർട്ടൂൺ അക്കാദമി അംഗം കാർത്തിക കറ്റാനം, ജ്യോതി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. നിരോധന സമയത്ത് കടലിൽ പോകാതിരിക്കാനായി നീണ്ടകര പാലത്തിന് കുറുകെ കെട്ടിയ ചങ്ങല അഴിച്ചു മാറ്റിയതോടെയാണ് ജില്ലയിലെ ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങിയത്. 900 ബോട്ടുകളാണ് ജില്ലയിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നത്. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച രാത്രി അവസാനിച്ചതോടെ പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്കിറങ്ങി. നിരോധന സമയത്ത് കടലിൽ പോകാതിരിക്കാനായി നീണ്ടകര പാലത്തിന് കുറുകെ കെട്ടിയ ചങ്ങല വ്യാഴാഴ്ച രാത്രി 12-ന് അഴിച്ചുമാറ്റിയതോടെയാണ് ജില്ലയിലെ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം കടലിലേക്കിറങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ മുതൽ തന്നെ ബോട്ടുകൾക്ക് അഴിമുഖത്ത് നങ്കൂരമിടാൻ അനുവാദം നൽകിയിരുന്നു. നിരോധനം അവസാനിച്ചതായുള്ള ഫിഷറീസ് വകുപ്പിന്റെ അറിയിപ്പ് രാത്രി 12 മണിക്ക് ലഭിച്ചതോടെയാണ് ബോട്ടുകൾ കടലിലേക്ക് പോയി തുടങ്ങിയത്. ഈ സീസണിൽ ലഭിച്ച ശക്തമായ മഴയിലും മികച്ച കാറ്റിലും കടൽ നന്നായി ഇളകിയതിനാൽ ചാകരക്കോള് ലഭിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതിനാൽ മത്സ്യബന്ധന മേഖലയ്ക്കാകെ ഉണർവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. കുതിച്ചുയർന്ന മീൻ വിലയിലും ഇതോടെ മാറ്റമുണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീവച്ച ശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ചെമ്പനരുവിലാണ് സംഭവം. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
അതിർത്തി തർക്കം, വയോധികനെ ആക്രമിച്ച 4 അംഗ സംഘം. ഏരൂർ തുമ്പോട് സ്വദേശി പ്രഭാകരൻ പിള്ളയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 3 പേർ പിടിയിൽ, ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ചുവപ്പ് സേന പരേഡോടെ CPI ജില്ലാ സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. പൊതുസമ്മേളനം CPI ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്തു. രാജ്യമാകെ ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുകയും അതേസമയം അവർക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ട മുഖം തെളിഞ്ഞതായി D. രാജ. റബ്ബർ ഷീറ്റ് മോഷണം. അഞ്ചൽ അഗസ്ത്യകോടാണ് സംഭവം. ഷീറ്റ് പുരയിൽ ഉണക്കാനിട്ടിരുന്ന 66 ഷീറ്റും കമ്പിയുമാണ് മോഷണം പോയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.